Hello guys, welcome to our YouTube channel. ഒരു സൺഡേ വ്ളോഗ് ആട്ടാ. കുറച്ച് നേരത്തെ ഒരു 10:30-11 മണി സൺഡേ എന്ന് വെച്ചാൽ ആ സമയത്ത് വരുന്നതൊക്കെ എണീറ്റു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡിന്നർ. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് അല്ല, ബ്രഞ്ചാണ് കഴിക്കാൻ പോകുന്നത്. ബ്രഞ്ച് ഉണ്ടാക്കാൻ പോകും. ഇഡ്ഡലി ഉണ്ടാക്കിയതെന്ന് വെച്ച് ഇഡ്ഡലിയും ചമ്മന്തി അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാ വ്യക്തിയില്ല. രാവിലെ തന്നെ കിടന്ന് ബിഗ് ബോസ് കാണുന്നു. ബിഗ് ബോസ് അല്ല, ബിഗ് ബോസ് അല്ലേ? ബിഗ് ബോസ് ഒച്ച കേട്ടിരുന്നല്ലേ? രാവിലെ തന്നെ എനിക്ക് ബിഗ് ബോസ് കാണുന്നു. ഉണ്ടാക്കണ്ടേ ദോശ? എപ്പോഴാ ദോശ ഉണ്ടാക്കിത്താ? വീഡിയോ എടുക്കണ്ടേ? പിന്നെ ദോശ ഉണ്ടാക്കണ പണിയിലേക്ക് കിടക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് കിച്ചണിൽ പോവാം. രാവിലെ തന്നെ മടിയാണ് കിച്ചണിൽ പോയി. പുണ്യ മടിയാവുണ്ടല്ലോ കിച്ചണിൽ. പിന്നെ കുക്ക് ചെയ്യുന്ന ഇടയിലുള്ള വീഡിയോസ് കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഓക്കെ, കിച്ചണിലെത്തിയിട്ടാ കുഞ്ഞുണ്ട് പിടിച്ച് കൊണ്ടു. ദോശമാവ് എടുക്കാം. ക്യാരറ്റ്, നപ്പാരി, ദോശമാവ്. നട്ടുച്ചയ്ക്ക് ദോശ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ട് ബ്രഞ്ച് നമ്മൾ കഴിക്കും. ബ്രഞ്ച് അറിയോ? ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ബ്രഞ്ച്. മാവ് റെഡിട്ടാ. മാവ് റെഡി ആയിട്ട് ഫുഡ് ആവൂലല്ലോ, ബാക്കി ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കി തരും. നല്ല കൂടുതൽ സ്പെഷ്യൽ സവോള ചമ്മന്തി ഉണ്ടാക്കണത് എന്റെ അമ്മയുടെ സ്പെഷ്യൽ ആട്ടാ. എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാനിന്ന് അതായിട്ട് ഉണ്ടാക്കണം സവോള. അപ്പുണ്ണിക്കും ഇഷ്ടമാണ് ആ ചമ്മന്തി. ഞാൻ അപ്പുണ്ണിക്കും വേണ്ടി എനിക്കും വേണ്ടി ഉണ്ടാക്കാൻ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ഉള്ളി എടുക്കാം. ഉള്ളി കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ചുകൂടി ഉള്ളി എടുക്കാം. 2 സവാള നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇത് അരിയണം. എന്താ ചെയ്യാൻ പോണേ? നമ്മുടെ സവാള ചെറിയുള്ളി കൊണ്ട് അരിയണം. ചമ്മന്തിക്ക് വേണ്ടി പുണ്യ ചമ്മന്തിക്ക് വേണ്ടി നമുക്ക് ഇനി ചെറിയുള്ളി സവാള അരിയാം. വെളിച്ചെണ്ണ വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ. ചൂടായി വന്നിട്ട് നമുക്ക് ഈ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചൂടാവാതെ എന്ത് സംഭവിക്കും? അത് ഒച്ച വരില്ല. ഒച്ച വരുന്ന അച്ച വരുന്നുണ്ട്. ഈ ഒച്ച വരുന്നുണ്ട്. ഇനി ഇതെല്ലാതും കൂടി ഇളക്കിയിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഇത് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. നമുക്ക് കുറച്ചധികം എടുത്തത് ഞാൻ വാടി വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, അതെല്ലാവർക്കും അറിയാലോ. പിന്നെ കുറച്ച് വേഗം വാടാൻ നമ്മൾ എപ്പോഴും ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ട പറയാം. സവാളയും ഉപ്പിട്ട് കൊടുക്കാൻ പോകണ്ട. ഇത് വേഗം വാടാൻ വേണ്ടി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പൊ എനിക്ക് എത്ര ദോശ വേണം? 3 ദോശ. 3 ദോശ. അതെ, വിശക്കുണ്ടാ? ഇല്ല, എനിക്ക് പക്ഷെ വിശക്കുന്നുണ്ട്. മനസ്സിലായി. കുറെ സവാള ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഓഫ് ചെയ്തിട്ട് വേണം മിക്സിയിലൊക്കെ അടിക്കാൻ കേട്ടോ. കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് ചൂടാറാനായിട്ട് ഇത്തിരി മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് നൈസ്, അപ്പൊ എനിക്ക് നൈസ് ദോശ വേണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നൈസ് ദോശ നെയ്യൊന്ന് കട്ട ഒന്ന് ഊരാനുണ്ട്. നെയ്ട്ട നല്ല നമ്പീഷൻസ് പ്യുവർ കൗ ഘീ. പ്രൊമോഷൻ അല്ലേ, എല്ലാരും പറയും പ്രൊമോഷനും. നൈസ് ദോശയല്ലേ വേണ്ടത്. നൈസാവൂ, ഞാൻ നോക്കട്ടെ.
ഞാൻ ടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് ദോശ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ദോശ സക്സസ്ഫുള്ളി സെറ്റ് ആയി ചെയ്യാം. ഒന്നുകൂടി മറിച്ചിട്ട് ഞാൻ നെയ്യ് ഒഴിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ അടുത്ത ദോശ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും ചട്ടിയിൽ. അതാണ് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് നെയ്യ് ഒഴിക്കും. തീ കുറച്ച് സെറ്റാക്കി പാത്രത്തിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാത്രത്തിൽ വെച്ചാൽ കഡ് കിട്ടും. നമുക്ക് പൊട്ടിക്കാം. നമുക്ക് വേപ്പില നന്നായി കഴുകി നമ്മുടെ അരച്ച് വെച്ച ചമ്മന്തി തേച്ചിട്ട് തേക്കും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കും. കുറച്ച് മുളക് പൊടി ഇത്തിരി ചോപ്പ് വരാൻ വേണ്ടി ഇത്തിരി കാശ്മീരി ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പും പുളിയും നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടാ. ദോശക്കുള്ള അടിപൊളി സവാളയും മുളകൊക്കെ ഇട്ട് പുളി കിട്ടുന്ന. ഇനി നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കണം. ബൂസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കുടിക്കാറ്. ബൂസ്റ്റ് ഈസ് ദ എനർജി ഓഫ് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് അവർ എനർജി. പാലൊഴിക്കുക. അവർ സീക്രട്ട് ഓഫ് എനർജി. നല്ല പുണ്യ മേടിച്ചുവിടണേട്ടാ. ഞാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാനാ പുണ്യ പാചകം ചെയ്ത് ഞാൻ ക്ഷീണിച്ചു കേട്ടോ. എന്നെ ക്ഷീണായിട്ട് എങ്ങനെയുണ്ട്? ക്ഷീണിച്ച നല്ല ഭംഗി വരും. ക്യാരറ്റ് ഉച്ചയ്ക്ക് കറി വെക്കാനുള്ളത്, തോരൻ വെക്കാനുള്ളത് അപ്പുണ്ണിതേ നന്നാക്കി കൊണ്ടിരിക്കാട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. ഒരു ദോശ എടുത്തു, മിക്സ് ചെയ്യുക, ഇട ഒരു ദോശ നല്ല നെയ്യൊക്കെ ഒഴിച്ച് അടിപൊളി നല്ല ദോശ കേട്ടോ. അതങ്ങോട്ട് എടുക്ക. ഇത് ഇങ്ങനെ ചമ്മന്തിയിൽ അങ്ങോട്ട് കൂട്ട. ഇത് ഇങ്ങനെ ഫിറോസ്കയുടെ ആ ടോണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. അതെല്ലാം കഴിഞ്ഞതേ ബൂസ്റ്റ് അങ്ങോട്ട് എടുക്കണ്ട് ഊത. അതെ ഞാൻ തിന്നു തുടങ്ങിയപ്പോ തന്നെ പുണ്ണിക്ക് ഇതേ വെള്ളമൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളിത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടി മാത്രം എടുത്തത്. ഇതെന്റെ കയ്യിലുണ്ട്. പിന്നെ അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ മാത്രം ഒരു വീഡിയോ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ചിന്റെ മാത്രം ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും പുണ്ണി. ബൈ ബൈ ടാറ്റ.